വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. സർക്കിട്ട് സിനിമ കണ്ടുവന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു ലൈക്കൊക്കെ കൊടുക്കുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പോരായ്മകളും തോന്നി, അതേപോലെ തന്നെ കുറേ നല്ല കാര്യങ്ങളും തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഡയറക്ടറായ തമർ കെ വി തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കഥ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കക്ഷി ഈ കഥയിൽ എല്ലാം തന്നെ ലോക്ക്ഡാണ്. എല്ലാ കാര്യങ്ങളും ലോക്ക് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥയാണ് സർക്കിട്ട്. അതെന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സംശയം, ഇവർക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ കടക്കാതിരിക്കാൻ അവിടെ ഒരു ലോക്ക് കക്ഷി ഈ കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ ബുദ്ധിപൂർവം, വളരെ ഐഡിയയോടെ ആണ് തമർ കെ വി ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതിലെ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇതിലെ പ്രഭ അതേപോലെ ദീപക് പറമ്പോളൊക്കെ ഉണ്ട്, അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൂടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും തന്നെ അത് പോയി കഴിഞ്ഞാൽ നിങ്ങളും പെടുമല്ലോ, കാരണം നിങ്ങൾ ഇങ്ങനെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ, പക്ഷേ അവിടെ ഒരു ലോക്ക് വെച്ചിരിക്കുകയാണ്, നിങ്ങളും പെടുമല്ലോ എന്ന്. അതേപോലെ തന്നെ ഇതിലെ അമീർ ആൻഡ് ജപ്പു ആയിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഓർഹാൻ ഹൈഡർ എന്നൊരു കൊച്ചു പയ്യനാണ് കേട്ടോ. അവന് കൊടുത്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ സിനിമ മുഴുവനും നമ്മളെ വെറുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥ അങ്ങനെയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ വെറുപ്പിക്കൽസ് ഈ സിനിമയ്ക്ക് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പോൾ മാക്സിമം നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഓർഹാൻ ഹൈഡർ ഇതിൽ ജപ്പുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്, അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇടവേള വരെ നല്ല വെറുപ്പിക്കൽസ് ആണ്. കഥ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ രീതിയിൽ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഈ കഥയെക്കുറിച്ച് പറയുമ്പോൾ നല്ല ബുദ്ധിപരമായിട്ട് തന്നെയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അതേപോലെ ഇതിൽ ജപ്പുവും അമീറും ഇവർക്കൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇവർ എങ്ങനെ ഇനി റിമൂവ് ആകും, എന്ത് ചെയ്തിട്ടും അത് പോകുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെങ്ങനെ ഇത് കൊണ്ടുപോയി ഒരു ക്ലൈമാക്സിൽ എത്തിക്കും ഈ രണ്ടുപേരുടെയും ആ ഒരു കാര്യത്തിൽ. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അത് പോയിട്ട് അതിനൊരു ക്ലൈമാക്സ്, ഇവർക്ക് സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു ക്ലൈമാക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല ചിന്തയോടെ ബുദ്ധിയോടെ ഇരുന്ന് എഴുതിയാലേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ആ കാര്യത്തിൽ തമർ കെ വിനെ പ്രശംസിക്കാതിരിക്കുക വയ്യ. കക്ഷി നല്ല രീതിയിൽ തന്നെ ആ കഥ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ അമീറായിട്ട് നമ്മുടെ ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ട്, കക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അമീറിൻ്റെ കഥാപാത്രം വേറെ ചില നടന്മാർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ ഇന്ന ആൾ ചെയ്താൽ ഇത് നന്നായിരിക്കും എന്ന് നമ്മൾ തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ അത് മിക്കവാറും എല്ലാവർക്കും തോന്നുക ആസിഫിനെ തന്നെയാണ്. കാരണം അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ അങ്ങേര് നന്നായിട്ട് ചെയ്യും. അപ്പോൾ ആസിഫ് നന്നായിട്ട് തന്നെ പുള്ളിയുടെ ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റേ ഓർഹാൻ ഹൈഡറിൻ്റെ, അതായത് ജപ്പുവിൻ്റെ അമ്മയായിട്ട് ദിവ്യപ്രഭ, അമ്മ എന്ന നിലയ്ക്കും അവരുടെ ജോലിയുടെ സ്ട്രെസ്സ് ആ ഒരു നിലയ്ക്കൊക്കെ അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദീപക് പറമ്പോളും ഒരു അച്ഛൻ്റെ ആ ഒരു അവസ്ഥകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അമൽ ഡേവീസ് ആണ്, സംഗീത് പ്രതാപാണ്. കക്ഷി നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ വെറുപ്പിക്കൽസ് കാര്യങ്ങളുണ്ടെങ്കിലും എവിടെയൊക്കെയാണോ കട്ട് ചെയ്യേണ്ടത്, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വരുന്നത്, അതൊക്കെ കറക്റ്റ് പുള്ളി കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിരിക്കുന്നത് കൊണ്ട് കുറച്ചൊരു ആശ്വാസം ആ കാര്യത്തിലുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റർ എന്താണെന്നറിയോ? മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കാര്യങ്ങളിലുള്ള ഒരു നല്ല മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട്. അതാണ് ഈ സിനിമയിൽ ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയൊന്നും എല്ലായിടത്തും മാതാപിതാക്കൾ മക്കളോട് ചെയ്യില്ല. ഇത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആവും കുട്ടികളെ ഇങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുത്തിയിട്ടൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്. ഈ സിനിമയിൽ ഉള്ള കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെയില്ല. പക്ഷേ മാതാപിതാക്കൾ അവരെപ്പോലും അറിയാതെ അവരുടെ ജോലി കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് മക്കളുടെ മനസ്സിൽ എന്താണ്, അവരെന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ചിന്തിക്കാതെ മാതാപിതാക്കളുടെ തിരക്കിൽ തന്നെ
പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. കുറേ പേരൊക്കെ മക്കളുടെ കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ ചിലരൊക്കെ അവരുടെ ബിസിനസ് കാര്യങ്ങൾ കൊണ്ടും അതേപോലെ അവരുടെ ദുസ്വഭാവങ്ങൾ കൊണ്ടൊക്കെ മക്കളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതെ മക്കളുടെ കാര്യം അങ്ങനെ ഡൗണായി പോയിക്കൊണ്ടിരിക്കും. അവരുടെ വളർച്ച മുരടിച്ചുകൊണ്ടും മാനസികമായ പ്രശ്നം. അങ്ങനെയുള്ള മാതാപിതാക്കൾ ഈ സിനിമ കാണുമ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയാണ് ഈ സിനിമയുടെ വിജയമുള്ളത്. പിന്നെ ഇതിലെനിക്ക് പോരായ്മകളായിട്ട് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടവേള വരെ ഭയങ്കരമായിട്ട് ഒരു വെറുപ്പിക്കൽസ് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് കഥ അങ്ങനെ ആയതുകൊണ്ടാണെങ്കിലും ഇടയ്ക്കൂടെ കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും വെക്കാമായിരുന്നു. കോമഡികളോ അല്ലെങ്കിൽ കുറച്ചുകൂടി സെൻറ്റിമെൻറ്റ്സ് ആയ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ ഈ സിനിമയ്ക്ക് വേണമെന്നില്ല, ഞാനത് നിർബന്ധം പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും വെക്കാമായിരുന്നു ഒരു ഇൻട്രസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അതൊന്നും നടക്കാതെ എപ്പോഴും ഭയങ്കര എല്ലാവരും തിരക്ക് പിടിച്ച അവസ്ഥയിലുള്ള കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമ പോവാണ് ഈ കഥ കൊണ്ട് തന്നെ. പിന്നെ അതിന് ഇടവേളയ്ക്ക് കുറച്ച് മുമ്പ് മുതൽ ആ ഓർഹാൻ ഹൈഡറിൻ്റെ ആ ജപ്പു കഥാപാത്രത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാലും ആ കഥ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതേപോലെ ആസിഫ് അലിയുടെ കഥാപാത്രം എങ്ങനെ ഈ ഒരു കഥയിൽ ഇവരുമായിട്ട് യോജിക്കും എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ തമർ KV എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയെ ഇതിൽ അഭിനന്ദിക്കാതിരിക്കുക വയ്യ. പിന്നെ ഇതിൽ ഇടവേളയ്ക്ക് ശേഷം കാണിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി സെൻറ്റിമെൻറ്റ്സ് കയറ്റിവിടാമായിരുന്നു. വികാരനിർഭരമായ കാര്യങ്ങൾ, അതായത് ഈ ജപ്പുവിന് അവൻ്റെ മാതാപിതാക്കൾ ഈ സിനിമയിൽ ആരാണോ അവരിൽ നിന്ന് ഒരു മാറ്റത്തിലേക്ക് വരുന്ന അവസ്ഥകളിൽ ഈ അമീറിൻ്റെ കഥാപാത്രവുമായിട്ട് കക്ഷിക്ക് ഒന്നുകൂടി സംഭവങ്ങൾ വെക്കാമായിരുന്നു. ഒരു സന്തോഷം കാര്യങ്ങൾ ഇതിൽ അതൊക്കെ ഉണ്ടെങ്കിലും ഒന്നുകൂടി പ്രസന്നമായിട്ട് വെക്കാമായിരുന്നു. അതിനുള്ള സാധ്യതയുള്ളൊരു കഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഇതിൽ അമീറിൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ ഇതിലൊരു നല്ല തീരുമാനത്തിൽ എത്തുന്നില്ല. അതേപോലെ അമീറിൻ്റെ ജോലി കാര്യത്തിൽ കക്ഷിക്ക് ഒരു നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ക്ലൈമാക്സ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലേക്ക് എത്തപ്പെടുന്നില്ല. പക്ഷെ എന്നാലും ക്ലൈമാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് പോരായ്മകൾ തോന്നി. ആ കാര്യങ്ങളൊക്കെ തമ്മിൽ ലിങ്ക് ചെയ്ത് ഈ കുട്ടിയുമായിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും നല്ലൊരു തീരുമാനം ഈ സിനിമയിൽ എത്തിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നി. പക്ഷേ എന്നിരുന്നാലും മാതാപിതാക്കൾക്കൊരു നല്ല മെസ്സേജായിട്ട് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഒരു എബോവ് ആവറേജ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ പോരായ്മകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനതങ്ങനെ എനിക്കങ്ങനെ കുറച്ച് കാര്യങ്ങൾ തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ എബോവ് ആവറേജ് മൂവിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇനി നിങ്ങൾ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.